ഗീത, നീ ഇവിടെ ഇരിക്കുവാണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. അയ്യോ, നീ കരയുമായിരുന്നോ? മാർഗ്രറ്റ് ആന്റി വിളിച്ചു. അടുത്ത സാറ്റർഡേ അമേരിക്കയിലേക്ക് പോകണ്ടേ. മാർഗ്രറ്റ് ആന്റി വിളിക്കും. നിനക്ക് പോണോന്ന് നേരത്തെ അറിയാവുന്നതല്ലേ, അതിന് നീ എന്തിനായിരുന്നു കരയുന്നേ? ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുവാ. എനിക്ക് ഈ കുട്ടികളെയൊക്കെ വിട്ടു പോകുന്ന കാര്യം ഓർത്തിട്ട് ആകെ സങ്കടാകുക. എത്ര വേഗം ആ ദിവസങ്ങൾ പോയത്. മാർഗ്രറ്റ് ആന്റി വന്നതും പരീക്ഷ എഴുതിയതും വേഗം വേഗം എല്ലാം കഴിഞ്ഞു. എനിക്കിപ്പോ ഇതൊക്കെ ആലോചിക്കുമ്പോ വേണ്ടായിരുന്നു തോന്നുവാ. എന്റെ പൊന്നു ഗീത, ഇതെല്ലാം നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ. നീ ഇപ്പൊ എന്തിനായിരുന്നു കരയണേ? സാരിയില്ല, നീ പോയിട്ട് വാ. ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങളെല്ലാം വരില്ലേ? ആലോചിച്ചെടുത്ത തീരുമാനം തെറ്റായി പോയോന്നൊരു സംശയം. ഒരു സംശയവും വേണ്ട. കുട്ടികളുടെ കാര്യത്തിൽ നീ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കുട്ടികൾ കണ്ടാലാണ് പ്രശ്നം. ആ കുണിക്കുമോള് വന്നോ? ഇല്ല കുണിക്ക്, അമ്മ കരയണല്ല. അയ്യോ, എന്റെ കുണിക്കുമോളെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. അവള് ചോദിച്ചത് കേട്ടോ, അച്ഛമ്മ വന്നോന്ന്. എന്റെ കുണിക്കുമോളെ, നിന്നെ കൊണ്ട് തോറ്റോന്ന് സങ്കടപ്പെടാനും സമ്മതിക്കില്ലേ. അച്ഛമ്മയൊന്നും വന്നില്ല, അമ്മ വെറുതെ സങ്കടപ്പെട്ടതാ. ഇനി കരയില്ലാട്ടോ. ഇല്ലടി പൊന്നെ, അമ്മ കരയില്ല. നീ ഇത് ഇത്ര ദിവസം ഞാൻ മുകളിൽ കിടന്ന്, ഇന്ന് എനിക്ക് കിടക്കാൻ പറ്റില്ല. നീ കയറി, ഞാൻ താഴെ കട്ടിലിൽ കിടന്നോളാം. അയ്യടാ, കട്ടിൽ മേടിച്ചപ്പോൾ ഞാൻ എന്തോരം പറഞ്ഞതാ ഞാൻ മുകളിൽ കിടന്നോളാം. അപ്പൊ ചേച്ചി കയറണം കിടക്കണം. ഇപ്പൊ ചേച്ചിക്ക് മടുത്തോ? ഞാൻ താഴെ തന്നെ കിടക്കും. എന്നാ നമുക്ക് രണ്ടുപേർക്കും താഴെ കിടക്കാടി. അയ്യടാ, നല്ല ഐഡിയ. എന്നിട്ട് വേണം എന്നെ തള്ളി താഴെ ഇടാൻ. അത് വേണ്ട മോളെ. മക്കളെ, എന്താച്ചാ ഞങ്ങളുടെ വഴക്ക് അവിടെ വരെ കേട്ടോ? വഴക്കൊക്കെ വിടും. മക്കളോട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ അച്ഛൻ പറയാനുള്ള? എന്ത് പറ്റി? അതൊക്കെ അച്ഛൻ പറയാം, പക്ഷെ മക്കള് സങ്കടപ്പെടൂലെന്നുള്ള വാക്ക് അച്ഛന് തരണം. അയ്യോ, എന്താ അച്ഛാ കാര്യം? മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. അമ്മയുടെ വിസ വന്നു. അമ്മ സാറ്റർഡേ പോകും. സാറ്റർഡേയോ? അത് ഉടനെ തന്നെയല്ലേ? അതെ മക്കളെ, ഈ സാറ്റർഡേ. മക്കളെ, നമ്മളെല്ലാരും ആലോചിച്ച് തീരുമാനിച്ചിട്ടല്ലേ അമ്മേനെ അമേരിക്കയിലേക്ക് വിടാൻ പോകുന്നത്. പിന്നെ നമ്മൾ സങ്കടപ്പെടുന്നത് ശരിയാണോ? എന്നാലും അച്ഛാ, അമ്മേനെ കാണാൻ പറ്റൂലല്ലോ ഓർക്കുമ്പോ എനിക്ക് സങ്കടാവുക. മക്കളെ, വിസ വന്നതറിഞ്ഞ അമ്മ ആ ഊഞ്ഞാലിരുന്ന് കരയുമായിരുന്നു. ഞാനിപ്പോ ആശ്വസിപ്പിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. അയ്യോ, അമ്മ കരഞ്ഞോ? അമ്മക്ക് നിങ്ങളെയൊക്കെ വിട്ടുപിരിയാൻ നല്ല സങ്കടമാണ്. ഒരു ആവശ്യത്തിന് ക്ലാസ്സിൽ പോയി പഠിച്ചു അമേരിക്കയിൽ പോകാനുള്ളതെല്ലാം ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് വന്നപ്പോഴേക്കും അവർക്ക് സങ്കടമാണ്. അമ്മ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കും, ടോപ്പർ ആയിരുന്നു എന്നൊക്കെ അമ്മൂമ്മ പറഞ്ഞില്ലേ. നമ്മൾ കാരണം അമ്മയുടെ ഭാവി കളയണോ? അമ്മ അമേരിക്കയിൽ പോട്ടെ, ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് പോകാമല്ലോ. അച്ഛൻ വന്നത് വേറൊന്നും പറയാനല്ല. ആരൊക്കെ കരഞ്ഞാലും നിങ്ങൾ രണ്ടും കരയരുത്. നിങ്ങൾ രണ്ടും കരഞ്ഞ അമ്മ തകർന്നു പോകും. കുണുക്കനും കുണിക്കോ അറിവായിട്ടില്ല. അവരുടെ വിചാരം അമ്മ ഈ അടുത്ത് എവിടെയോ കടയിലോ എവിടെയോ പോകുന്നു എന്നൊക്കെയാണ്. അല്ലാതെ കൂടുതൽ അറിയില്ല. നിങ്ങൾ കരഞ്ഞാൽ കുണുക്കനും കുണിക്കും കരയും. പിന്നെ അച്ഛനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാ ഞാൻ മക്കളെ കാണാൻ വന്നത്. നിങ്ങൾ യാതൊരു കാരണവശാലും കരയരുത്. സന്തോഷത്തോടെ വേണം അമ്മേനെ വിടാൻ. ഇത്രയും സങ്കടം വരുമ്പോ എങ്ങനെയാ അച്ഛൻ സന്തോഷം അഭിനയിക്കുക? അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം അഭിനയിക്കാൻ തോന്നും. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മയെ കരയിപ്പിച്ച് വിട്ടാലോ? അമ്മ ഒറ്റക്കാണ്, ഫ്ലൈറ്റിലും അവിടെയൊക്കെ. മാർഗ്രറ്റ് ആന്റി ഉണ്ട്, എന്നാലും നമ്മളെ പോലെ ആകില്ലല്ലോ. നമ്മളാണെങ്കിലോ, നമ്മളിവിടെ ഇത്രയും പേരില്ലേ. ഒറ്റക്ക് അമ്മേനെ സങ്കടപ്പെടുത്തി വിടരുത്. അതാ അച്ഛൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ്. ഇല്ല അച്ഛാ, ഒരിക്കലും ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ കരയില്ല, അമ്മയുടെ മുമ്പിൽ സങ്കടം കാണിക്കയില്ല. അമ്മേനെ സന്തോഷത്തോടെ തന്നെ വിടാം. ശരിയാ അച്ഛൻ പറഞ്ഞത്. അല്ലെങ്കിൽ അമ്മ ഒറ്റക്ക് കരഞ്ഞു പോകണ്ടേ? മിടുക്കി കുട്ടികൾ, നിങ്ങളുള്ളതാ നിങ്ങളുടെ അമ്മയുടെ ധൈര്യം എന്ന് അവൾ എപ്പോഴും പറയും. അത് നിങ്ങൾ പാലിക്കണം. വേറൊരു കാര്യം കൂടി അച്ഛന് പറയാനുണ്ട്. കുണിക്കും കുണുക്കനും കറക്റ്റ് കാര്യം മനസ്സിലായിട്ടില്ല. തൊട്ടടുത്ത് എവിടെയോ കടയിലോ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലേ. അവരോട് യാതൊരു കാരണവശാലും അമ്മയെ ഉടനെ എങ്ങും കാണാൻ പറ്റില്ല, അമ്മ വരില്ല എന്നുള്ളത് അറിയിക്കരുത്. നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അച്ഛാ. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോന്നാവോ? ഇത് ആരൊക്കെയാ? കുണുക്കും കുണുക്കനോ? അമ്മ ജോലിക്ക് പോകുവാട്ടോ. അത് മക്കളെ, അച്ഛൻ പോകില്ലേ ജോലിക്ക്, കടയിലോട്ടൊക്കെ, അതുപോലെ അമ്മയും പോകുക. അത് പിന്നെ അമ്മ ജോലി കഴിയുമ്പോ വരാട്ടോ. മിടുക്കി കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ. മക്കളെ, അമ്മക്ക് ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ലടാ. കുണുക്കി, നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? എന്താ ഗീത ഇത്? നിന്നോട് പറഞ്ഞതല്ലേ കുട്ടികളെ അങ്ങനെ അറിയിക്കരുത്, വിഷമിപ്പിക്കരുതെന്ന്. മാധവൻ ചേട്ടാ, ഞാൻ മക്കൾ ഇതേ അങ്ങോട്ട് ചെല്ലേ. നീതു ചേച്ചി നിത്യ ചേച്ചി വിളിക്കുന്നുണ്ട്. മക്കളെ, ഇത് നിങ്ങൾക്ക് റെഡിയാവണ്ടേ? നമുക്ക് അമ്മേനെ യാത്ര എടുക്കാൻ പോകണ്ടേ? നീതു ചേച്ചിയൊക്കെ അവിടെ വിളിക്കുന്നുണ്ട്. ദേ അവിടെ കിൻഡർ ജോയ് ഇരിപ്പുണ്ട് 2 എണ്ണം. എന്താ ഗീത ഇത്? ഒരിക്കലും കുണുക്കിയുടെയും കുണുക്കന്റെ മുമ്പിൽ വെച്ച് കരയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവർക്ക് നീ അടുത്തങ്ങ് തിരിച്ചു വരില്ലെന്ന് മനസ്സിലായി. അറിയാലോ അവരുടെ അവസ്ഥ. ഞാൻ സന്തോഷിച്ചു നിന്നതാ, പക്ഷെ പിള്ളേരുടെ ചോദ്യം കേട്ടപ്പോ കരഞ്ഞു പോയി.
നീ എന്തെങ്കിലും എടുക്കാനുണ്ടോ? എല്ലാം എടുത്തില്ലേ? പാസ്പോർട്ടും വിസയൊക്കെ എടുത്തില്ലേ? നിന്റെ ID കാർഡ് എല്ലാം വെച്ചില്ലേ? ശരി ശരി, ഞാൻ കുണുക്കനെയും കുണുക്കിനെയൊക്കെ റെഡിയാക്കാം. ഞങ്ങൾക്ക് വരാനുള്ളതല്ലേ എയർപോർട്ടിലേക്ക്. നീ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി എടുത്തു വെക്ക്. മക്കളെ, അമ്മ എയർപോർട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ റെഡിയായമ്മേ. ഞാൻ ഇതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല, എനിക്കും കാണണം. നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോയി എല്ലാവരോടും പറയും എൻ്റെ അമ്മ അമേരിക്കയിലാണെന്ന്. അടുത്ത കൊല്ലം ഞങ്ങളും പോകുമെന്ന് പറയും. എന്നാലും അമേരിക്കയിൽ പോകാനുള്ള പരീക്ഷയ്ക്ക് അമ്മ പാസ്സായെന്ന് ഓർക്കുമ്പോഴാണ് അമ്മയ്ക്ക് എത്ര ടാലന്റ് ഉണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നേ. ദൈവമേ, ഇനി മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കും. മക്കളെ, ഞാൻ വളരെ സങ്കടത്തിലായി ഈ റൂമിലേക്ക് കയറി വന്നത്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ സന്തോഷം പ്രതീക്ഷയും കാണുമ്പോഴാണ് എന്റെ സങ്കടമൊക്കെ ഞാൻ മറന്നു. എന്റെ പൊന്നമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇത് എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് ഒന്നും അല്ല. എത്ര പേര് ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ പോകാനായിട്ട്. അമ്മ നല്ല ഹാപ്പി ആയിട്ട് എനിക്ക്. ഞങ്ങളൊക്കെ ഓർത്തമ്മ പേടിക്കണ്ട. അതെ മക്കളെ, എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ലേ എനിക്ക് കിട്ടിയത്. അത് ഞാൻ നന്നായിട്ട് വിനിയോഗിക്കും. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഞാൻ ഒത്തിരി ഹാപ്പിയായി, ഒത്തിരി. നിങ്ങൾക്കറിയോ, നിങ്ങൾ രണ്ടുപേരുമാണ് എൻ്റെ ബലം. അതിപ്പോൾ പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായി. നന്ദി മക്കളെ. ശരി മക്കളെ, നിങ്ങൾ റെഡിയാകെ. ഞാൻ മിനിയാന്റിനെ കണ്ടു പോകുമെന്ന് പറഞ്ഞിട്ട് വരാം. എടി നീതു, നീ കരയാതെ. അമ്മ പോകുന്നത് വരെ പിടിച്ചു നിന്നതാ ഞാൻ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ചേച്ചി. എനിക്ക് ഇതിൽ കൂടുതൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. എനിക്കും അതേ നീതു മോളെ. പക്ഷെ എന്ത് ചെയ്യാന്? നീ കണ്ണുനീര് തുടക്ക. ഒരു കാരണവശാലും നമ്മൾ കരയുന്നത് അമ്മ കാണാൻ പാടില്ല. അമ്മ തനിയെ വന്നോ? എടാ, അത് എയർപോർട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കാണാന്ന് കരുതി കൂടി വന്നതാ. അയ്യോ, അപ്പൊ അമ്മ ഗീതനെ യാത്രയാക്കാൻ വന്നതാണോ? അതേടാ, ഞാൻ എയർപോർട്ടിലേക്ക് വന്നതാണെന്ന് പറഞ്ഞില്ലേ. എന്റെ പൊന്നമ്മേ, വരുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അമ്മ ഒന്നും മിണ്ടാ നിൽക്കരുത്. എന്താണ് മാധവ നീ ഇങ്ങനെയൊക്കെ പറയണത്? നിന്നോട് മക്കളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ആ സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ ഇനി വാ തുറക്കരുത്, കേട്ടല്ലോ? ഞാൻ ലഗേജ് ഒക്കെ എടുത്ത് കാറിൽ വെച്ചിട്ട് വരാം. വാ തുറക്കരുതെന്ന് എന്നോട് ഒരു മകൻ പറയേണ്ട വർത്താനാണോ ഇത്? ആ അച്ഛമ്മയോ? വാ വാ. ദേ, ഞങ്ങളുടെ അമ്മ അമേരിക്കയിലേക്ക് പോകുക. അച്ഛമ്മയല്ലേ പറഞ്ഞ അമ്മ പരീക്ഷ ജയിക്കൂലെന്ന്. പരീക്ഷ ജയിക്കുകയും ചെയ്തു, അമേരിക്കയിൽ പോവുകയും ചെയ്യും. അത് കാണാൻ അച്ഛമ്മ വന്നത് നന്നായി. അച്ഛമ്മ ഒരുപാട് കണ്ടതാ മക്കളെ. ഇനി നിങ്ങളൊക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നിന്റെ അമ്മ അമേരിക്കയിൽ പോയി കഴിയുമ്പോഴേ നീയൊക്കെ കാണും. അത് ഞങ്ങൾ കണ്ടോളാം അച്ഛമ്മേ. ഇവക്കൊക്കെ ഇവരുടെ അമ്മ അമേരിക്കയിൽ പോകുന്നു പറഞ്ഞിട്ട് ഒരു സങ്കടവും ഇല്ല. ഇതെന്തൊരു പിള്ളേര്. അതിനെ ഞങ്ങളുടെ അമ്മ ജോലി കെട്ടി പോകുക. ഞങ്ങൾക്ക് അഭിമാനാ. ഓ, ഇവളുമാരുടെ കൂട്ടനിലവിളി കാണാന്നും കരുതി വന്നതാണ്. ഇപ്പൊ അതും വെറുതെ. ആ, കുണുക്കനെയും കുണുക്കിനെയും കരയിപ്പിക്കാം. അച്ഛമ്മ എന്തായി പറയുന്നേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ആ, രണ്ടുപേരും റെഡി ആയിട്ട് എങ്ങോട്ട് പോകുക? ഈ പിള്ളേർക്കൊക്കെ എല്ലാം അറിയോ? ഇവരുടെ അമ്മ അമേരിക്ക പോകുന്നു പറഞ്ഞ് കരയിപ്പിക്കാന്ന് കരുതിയപ്പോ ഇവരോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് ഒരു സങ്കടവും ഇല്ലേ? അച്ഛമ്മ എന്തായി തനിയെ തനിയെ വർത്താനം പറയുന്നേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. കുട്ടികളുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു, അത്രേ ഉള്ളൂ. അതിന് സങ്കടപ്പെടാൻ വേണ്ടി എന്താ? കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയില്ലല്ലോ അവരുടെ അമ്മ അവരെ ഇട്ടേച്ച് പോകുവാണെന്ന്. അമ്മ എന്താ പറയുന്നത്? ഇട്ടേച്ച് പോകുന്നോ? എടാ, ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുന്ന് ജോലിക്ക്. വേണ്ട അമ്മ, കൂടുതലൊന്നും മിണ്ടണ്ട. ഇത് തന്നെ അമ്മയോട് എയർപോർട്ടിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞത്. നീതു നിത്യ കുട്ടികളെ എടുത്ത് കാറിൽ കയറ്റ്. ഇത് എയർപോർട്ടിലേക്ക് വണ്ടി പോകാൻ പോകുക. എടാ, ഞാനും വരുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എയർപോർട്ടിൽ പോയിട്ട് ഇമാതിരി വർത്താനം പറയാനായിരിക്കും. അമ്മ വരണ്ട. അങ്ങനെ പറയില്ലേ കുണിക്ക് മോളെ. അച്ഛനോട് പറ അച്ഛമ്മേനെയും കൂടി കൊണ്ടുപോകാൻ. എടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാനും വരുന്നുണ്ട് എയർപോർട്ടിലേക്ക്. വരുന്നുണ്ടെങ്കിൽ വന്നോ, പക്ഷെ അമ്മ ഒരു അക്ഷരം മിണ്ടി പോകരുത്. മക്കളെ, നിങ്ങൾ വേഗം വണ്ടി കയറ്. നമുക്കിപ്പോ തന്നെ എയർപോർട്ടിലേക്ക് ഇറങ്ങണം.